യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ഏറെ സന്തോഷത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 21 സങ്കീർത്തനം 3 തിരുവചനം. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് അവനെ സന്ദർശിച്ചു. അവൻ്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു. ആമേൻ ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവമാണ് എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നത്. അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചന നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ അവിടുന്ന് ഇന്ന് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ തലയിൽ ഒരു തങ്കക്കിരീടം ചാർത്തുന്നത് പോലെ ആ അനുഗ്രഹം സമൃദ്ധമായിരിക്കുകയും ചെയ്യും. ഒരു രാജാവിനെ പോലെ, ഒരു രാജ്ഞിയെ പോലെ കർത്താവ് ഇന്ന് നിങ്ങളെ ഉയർത്തും. ദൈവത്തോടൊപ്പമായിരിക്കുക. ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുക. ആ ദൈവത്തെ അന്വേഷിക്കുക. ആ ദൈവം എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നിനക്ക് എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലും ആ കഴിവുകളെല്ലാം ദൈവം തന്ന ദാനമാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് നമ്മളെ തന്നെ പിതാവായ ദൈവത്തിന് യേശുക്രിസ്തു വഴി നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ദൈവാനുഗ്രഹം നിറയുവാൻ അവിടെ നിന്ന് നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ തലയിൽ ഒരു തങ്കക്കിരീടം ചാർത്തുവാൻ എളിമയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കുടുംബസമാധാനത്തിന് വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടി മക്കളെയും യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ സ്നേഹനിധിയായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.